ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്റ്റ് ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +1 വിദ്യാർത്ഥികളുടെ ജേർണലിസത്തിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്. ആ യൂണിറ്റ് ഏതൊക്കെ തലങ്ങളിലൂടെ കടന്നു പോകുന്നു, ആ യൂണിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നതിനെക്കുറിച്ചിട്ട് ചെറിയൊരു ധാരണ മാത്രമാണ് നിങ്ങളിലേക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് എത്തിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ കാണാൻ സാധിക്കുന്ന ടേം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ഈ പാഠഭാഗം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനേഷനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ. പിന്നെ നമുക്കതിൽ കാണാൻ സാധിക്കുന്നത് ബി ഡാൻസ് എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ ടേമിനെ കുറിച്ചിട്ട് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും കമ്മ്യൂണിക്കേഷൻ എന്നൊരു ടേം നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും സ്ക്രീനിൽ. ഇത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ റിഫേഴ്സ് ടു എ പ്രോസസ് ഓഫ് conveying information, ideas, feelings or opinion between two or more persons, either verbally or non-verbally, using a medium. അപ്പോൾ ഇതിന് സോർട്ട് ഔട്ടായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ജേർണലിസം ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കും കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനേഷൻ നൽകിയിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇൻ ഇറ്റ്സ് സിംപിൾസ്റ്റ് സെൻസ് ഇറ്റ്സ് എ ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ് ഓർ ഐഡിയ ഫ്രം സെൻഡർ ടു റിസീവർ എന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്നതിൻ്റെ ഡെഫിനേഷനായിട്ട് നമ്മൾ നൽകിയിരിക്കുന്നത്. അത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ആശയം, അത് എന്തോ ആയിക്കോട്ടെ, എന്നതിനെ കുറിച്ചിട്ടായിക്കോട്ടെ, ഒരു മെസ്സേജ്, ആ ഒരു മെസ്സേജ് നമ്മൾ അതേ രീതിയിൽ മറ്റുള്ള ഒരാളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത്. അതായത് നമുക്ക് പറയേണ്ട ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് അതേ രീതിയിൽ തന്നെ എത്തിക്കാം. ആ ഒരു സംഭവത്തെയാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്നത് ഇപ്പോൾ ഒരു വ്യക്തി തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, രണ്ട് വ്യക്തി തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ആ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ പല തരത്തിൽ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സിൽ മെയിനായിട്ടും വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻഡർ, മെസ്സേജ്, റിസീവർ. ഇതാണ് മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്നതിന് വരുന്ന ടേംസ്. ഓക്കെ, അതായത് സെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആളുടെ ഒരു ആശയം മറ്റൊരാളിലേക്ക് എത്തിക്കുന്നു. അത് ഗ്രൂപ്പായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ സെൻഡർ, അതായത് നമുക്കൊരാശയം, ഒരു മെസ്സേജ് നമ്മുടെ മനസ്സിലേക്ക് ആർക്കാണോ വരുന്നത്, ആരുടെ മനസ്സിലാണോ ഒരു ആശയം വരുന്നത്, ആ ആളെ വിളിക്കുന്ന പേരാണ് സെൻഡർ എന്നത്. ഉത്ഭവം, ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഉത്ഭവം ആരിൽ നിന്നാണോ ആ ഒരാളെ വിളിക്കുന്ന പേരാണ് സെൻഡർ എന്നുള്ളത്. മനസ്സിലായ? പിന്നീട് നമുക്ക് മെസ്സേജ് എന്ന് പറയുന്ന ടേമുണ്ട്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ആൾ എന്ത് ആശയമാണോ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. ആ മെസ്സേജ് നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ സെൻഡർ എന്താണോ മനസ്സിൽ ഉത്ഭവിക്കുന്നത്, അവരുടെ ഐഡിയാസ് എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ചോ എന്തോ ആയിക്കോട്ടെ, ഒരു വസ്തു മറ്റുള്ള ആൾക്ക് എത്തിക്കണം എന്നതാണല്ലോ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഇതാക്കുന്നത്. ആ ഒരു ആശയത്തെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കതിൽ കാണാൻ സാധിക്കുന്നത് റിസീവർ. അതായത് ഈ സെൻഡർ അയക്കുന്ന സന്ദേശം ആരിലാണോ എത്തുന്നത്, അത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, രണ്ട് വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ഒരു ഗ്രൂപ്പിലേക്കായിരിക്കാം ഈ സെൻഡർ മെസ്സേജ് അയക്കുന്നത്. അത് ആര് തന്നെ ആയിക്കോട്ടെ, ഈ മെസ്സേജ് സെൻഡർ അയക്കുന്ന മെസ്സേജ് ആരിലേക്കാണോ എത്തുന്നത് അതിനെ പറയുന്ന പേരാണ് റിസീവർ എന്നത്. ആ സന്ദേശം എത്തുന്ന പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ്, അവരെയാണ് പറയുന്ന പേരാണ് റിസീവർ എന്നത്.
ഓക്കെ, ഇനി നമ്മളിതിൽ കാണുന്ന വേറൊരു ടേമാണ് റെസ്പോൺസ്. അതായത് ഈ സെൻഡർ അയക്കുന്ന അവരുടെ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ഒരു മെസ്സേജ് റിസീവർ വഴി റിസീവറിലേക്ക് എത്തി. ആ റിസീവർ ആ ഒരു മെസ്സേജിന് നൽകുന്ന ഫീഡ്ബാക്ക് ഓർ റെസ്പോൺസ്, ഒരു മറുപടി, അതിനെയാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ആ ഒരു മെസ്സേജിന് ചിലപ്പോൾ ആ റെസ്പോൺസ് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ നമുക്ക് കിട്ടണം എന്നില്ല. ചിലപ്പോൾ ടൈം എടുക്കും. അതൊക്കെ ആ റിസീവർ ആ മെസ്സേജിനെ നമ്മൾ എങ്ങനെയൊക്കെ എടുക്കുന്നു എന്ന രീതിയിൽ അനുസരിച്ചായിരിക്കും നമുക്ക് അതിൻ്റെ റെസ്പോൺസ്. അതായത് ഇമ്മീഡിയറ്റ്ലി റെസ്പോൺസ് ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാവും. പിന്നീടുള്ള ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞ പോലെ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ്. ഓക്കെ, അതായത് ഒരാൾ എന്താണോ മറ്റുള്ള ആൾക്ക് എത്തിക്കാവുന്നത് അതിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. അതിന് ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. അതായത് ഒരു സെൻഡർ ഉണ്ടാവണം, അതിനൊരു മെസ്സേജ് ഉണ്ടാവണം, ആ റിസീവർ ഉണ്ടാവണം, റെസ്പോൺസ് ഉണ്ടാവണം. ഇതാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്നതിൽ നമുക്ക് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ എലമെൻറ്റ്സ് ഇതിലേക്ക് വരും. ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് സെൻഡർ, മെസ്സേജ്, റിസീവർ, റെസ്പോൺസ്. ഇത് ഞാൻ പറയുന്നത് ഇത് ചിലപ്പോൾ ഒരു വ്യക്തിയാവാം, ഒരു ഗ്രൂപ്പാവാം, എന്തും ആയിക്കോട്ടെ. ഇതാണ് നമുക്ക് ഉള്ള ഒരു പർട്ടിക്കുലർ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കും കമ്മ്യൂണിക്കേഷനെ പറഞ്ഞിരിക്കുന്നത് പവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ടു ഇൻക്രീസ് കോമണാലിറ്റി ഹെൽപ്സ് ടു ഡെവലപ്പ്, മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. Communication is a continuous process. It's never end with the receiver. He or she continues the process through response to sender or transmission of message to other people, or at least communicating to himself or herself. ഓക്കെ, ഇതാണ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പെർട്ടിക്കുലർ ടൈം എന്ന് പറയുന്നതാണ് ബി ഡാൻസ്. അതായത് ഈ മനുഷ്യന്മാർ മാത്രമല്ല ഈ കമ്മ്യൂണിക്കേഷനെ അടിസ്ഥാനപരമായിട്ട് ജീവിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ പല തരത്തിൽ ഉണ്ട്. അതായത് വാക്കുകൾ കൊണ്ട്, വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ല, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ജീവികളും അവരുടേതായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെന്ന് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ നൽകിയിരിക്കുന്നത് ബി ഡാൻസ്, അതായത് തേനീച്ചകളുടെ ഡാൻസ്. അതായത് മനുഷ്യന്മാർ വാക്കുകൾ കൊണ്ട് മാത്രമല്ല ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. ചില എക്സ്പ്രഷൻസ്, ഫേസ് എക്സ്പ്രസ്, അങ്ങനെ പലതരത്തിലുള്ള രീതികളിലൂടെ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സ് നടക്കും. അതാണ് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിന് ഒരിക്കലും അവസാനമില്ല. എന്തൊക്കെ തരത്തിലായാലും പല രീതികളിലും ഇത് നടക്കുന്ന ഇതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഉദാഹരണമാണ് ബി ഡാൻസ്. ഓക്കെ, ഇതിൽ ബി ഡാൻസാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും, ചിത്രത്തിൽ ഒരു അരമാർക്ക് കീഴിൽ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടാം, അതായത് സെൻഡർ, മെസ്സേജ്, ചാനൽ, റിസീവർ. ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് മൃഗങ്ങളുടെ ഇടയിലായാലും ജീവികളുടെ ഇടയിലും എന്തായാലും എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നാണ് നമുക്ക് അതിൽ കൂടെ കാണാൻ സാധിക്കുന്നത്. ഇത് എഴുതിക്കുന്നത് വാഗിൾ ബി ഡാൻസ്. ദ ലെങ്ത് ഓഫ് ദ വാഗിൾസ് റൺ ടെൽസ് ഹൗ ഫെയർ ടു ഫുഡ്. ഓക്കെ, അത് അവരുടേതായ ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ്. മനുഷ്യന്മാരുടെ ഇടയിൽ മാത്രമല്ല, അത്തരത്തിലുള്ള ജീവജാലങ്ങളുടെ ഇടയിലും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കിൽ ബി ഡാൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. ബീസ് കമ്മ്യൂണിക്കേറ്റ് ത്രൂ ദെയർ ഡിഫറെൻറ്റ് patterns of flight. They create particular circums in air by these flights. Sometimes it's a 8 or an oval shape to indicate the distance and direction of flowers. Bee dance is also known as a waggle dance. It consists of hundreds of flight circums. അതായത് അവരുടേതായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അവരുടെ ഇടയിൽ. ഓക്കെ, അത് എന്തൊക്കെയാണ് നമ്മൾ മനുഷ്യന്മാർ സംസാരിക്കുന്നത് പോലെ തന്നെ അവരും അവരുടേതായ രീതിയിൽ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ആശയത്തെ അവതരിപ്പിക്കുന്നു. ഈ ഒരു പ്രോസസ്സ് എല്ലാ ജീവജാലങ്ങളുടെ ഇടയിലും എല്ലാ മനുഷ്യരുടെ ഇടയിലും നടക്കുന്നുണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഡെഫിനേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നത് നമുക്ക് മനസ്സിലായി. അതായത് ഇറ്റ്സ് എ 2 വേ
കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. അതിൽ വരുന്നത് സെൻഡർ, മെസ്സേജ്, റിസീവർ ആൻഡ് റെസ്പോൺസ്. പിന്നെ ബി ഡാൻസ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അത് നമുക്ക് അറിയാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അതായത് മനുഷ്യന്മാർ മാത്രമല്ല മറ്റു ജീവജാലങ്ങളും എങ്ങനെയാണ് ഒരു തേനീച്ച അവയുടെ ആക്ഷൻസ് കൊണ്ട് മറ്റു തേനീച്ചകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമുക്കതിൽ പറയുന്നത്. പിന്നെ ഇതിലൊരു എക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസൊലേറ്റിംഗ് എ പേഴ്സൺ ബൈ ബാനിങ് ദ ചാൻസ് ഓഫ് ഇൻട്രാക്ഷൻ വിത്ത് എ കമ്മ്യൂണിറ്റി ഈസ് കോൾഡ് എക്സ് കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാക്ഷൻ വിത്ത് കമ്മ്യൂണിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് കൺസിഡേർഡ് ടു ബി പണിഷ്മെൻറ്റ് സിമിലർ ടു സോളിഡാരിറ്റി കണ്ടിന്യൂറ്റ്. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് എ നോട്ട് ജസ്റ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബട്ട് ഈ സോഷ്യോ കൾച്ചറൽ അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഐഡിയാസ് മാത്രം കൊടുക്കലല്ല, ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്, ഇറ്റ്സ് എ ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയാണ് സൊസൈറ്റി ആയിട്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ആശയം മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്നതല്ല, അത് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് കൂടിയാണ് സൊസൈറ്റിയുമായിട്ട് ഉണ്ടാക്കുന്നത്. അത് കമ്മ്യൂണിക്കേഷൻ ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് ആ ആളിലും ആ സമൂഹത്തിലും കൂടി നിലനിൽക്കുന്ന ഒന്നാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇതാണ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു 3 കൺസെപ്റ്റ്, കമ്മ്യൂണിക്കേഷൻ്റെ 3 വെറൈറ്റീസിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ ഓക്കെ, ബൈ.